ക്രിസ്തുവിൽ പാപമോചനവും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അവന്റെ രക്തം വഴി രക്ഷയും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കുമ്പസാരിക്കുന്നവരാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, അടുത്തൊരു സ്റ്റേജ് നിന്റെ ജീവിതത്തിൽ ഡെലിവറൻസിനുള്ള ഒരു മേഖലയാണ് വചനം പഠിപ്പിക്കുന്നത്. അവന്റെ രക്തം വഴി രക്ഷ. അവന്റെ രക്തം വഴി രക്ഷ. ഒന്ന് പറഞ്ഞേ. ഈ രക്ഷ എന്നുള്ളത് മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിന്റെ റൂട്ട് വേർഡ് നമ്മൾ പരിശോധിച്ചാൽ, അതിന്റെ യഥാർത്ഥ വേർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് റിഡംഷൻ എന്നാണ്. റിഡംഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ വീണ്ടെടുപ്പ്, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു കാര്യം നമുക്കുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയി, അത് നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. പേയിങ് ബാക്ക്. നമ്മൾ വില കൊടുത്ത് ഒരു കാര്യം തിരിച്ചു പിടിക്കുന്നു. നഷ്ടപ്പെട്ട ഒരു കാര്യം വില കൊടുത്ത് തിരിച്ചു പിടിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന എന്ത് വില കൊടുത്തിട്ടാ? യേശുവിന്റെ രക്തത്തിന്റെ വില കൊടുത്ത്. യേശുവിന്റെ രക്തത്തിന്റെ വില കൊടുത്ത് നിന്നെ സ്വന്തമാക്കി യേശു. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്പം കൂടെ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ യേശു കുരിശിൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഈ രക്ഷ എന്ന് പറയണത് എന്നതാ? യേശു കുരിശിൽ തന്റെ രക്തം കൊടുത്ത് പിശാചിന്റെ അടിമത്തത്തിൽ ഇരിക്കുന്ന നമ്മളെ യേശു ഇങ്ങനെ തിരിച്ചു പിടിച്ചു, വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. പലതും ഇടതും ഇരിക്കുന്നവരോട് പറ, യേശുവിന്റെ രക്തം കൊടുത്ത് നിന്നെ മേടിച്ചതാ. പറഞ്ഞു കൊടുത്തേ. യേശുവിന്റെ രക്തം കൊടുത്ത് മേടിച്ചതാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം, ഫസ്റ്റ് പീറ്റർ. ഒന്ന് ബൈബിൾ തുറന്ന് വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18ഉം 19ഉം തിരുവചനം. 18ഉം 19ഉം തിരുവചനം. വചനം ഇങ്ങനെയാണ്: പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നിട്ട് എന്താ പറയണേ? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. യേശുവിന്റെ രക്തം കൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ചില കുടുംബങ്ങളിലൊക്കെ പാരമ്പര്യമായിട്ട് ചില പീഡകൾ, പാരമ്പര്യമായിട്ട് ചില രോഗങ്ങൾ. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വരും, പറയുന്നൊരു കാര്യം, അച്ഛാ തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. എന്തെല്ലാം ചെയ്തിട്ടൊരു മെച്ചം കിട്ടുന്നില്ല, എന്തോ ഒരു അധ്വാനിച്ചിട്ടൊന്നും പച്ച പിടിക്കുന്നില്ല, ഈ വീടൊന്നും പുതുക്കി പണിയണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. സംസാരിച്ചു വരുമ്പോഴത്തേക്ക് അവര് പാരമ്പര്യമുള്ള വീട്ടുകാരാണ്, പേരും പ്രശസ്തിയുള്ള വലിയ തറവാടായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്ഷയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്ന പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാ? ഇന്ന് നീ രക്ഷപ്പെടുന്നത് യേശുവിന്റെ അമൂല്യ രക്തം കൊണ്ട്. ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകര ഉയർത്തി പറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു, യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെടുന്നു, യേശുവിന്റെ രക്തത്താൽ ഞാൻ സൗഖ്യപ്പെടുന്നു, തടസ്സം മാറുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇതിനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19ഉം 20ഉം നമുക്ക് വളരെ പരിചയമുള്ള വചനമാണ്. പക്ഷേ ഈ വിഷയത്തോട് ചേർന്നൊന്ന് പഠിച്ചോ. 1 Corinthians chapter 6 verse 19 and 20. 19ഉം 20ഉം തിരുവചനം. വചനം ഇങ്ങനെയാണ്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. കണ്ടോ, വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്നിട്ട് എന്താ അടുത്ത വചനം? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. പറഞ്ഞു കൊടുത്തേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അപ്പൊ ചോദ്യം, പിന്നെ ആരുടെയാണ്? പറ, ആരുടെയാ? പറഞ്ഞ ആരുടെയാ?
ഞാൻ ഈശോടേതാണ്. ഒച്ചത്തിൽ പറ. ചിലർക്ക് ഒരു ബോധ്യമില്ല. ഒച്ചത്തിൽ പറ. ആ, ഈശോടേതല്ലെങ്കിൽ പിന്നെ ആരുടെ ആയിരിക്കും? ഓർത്താ മതി. ആ, നമ്മൾ ഈശോടേതാണെന്ന്. നമ്മൾ എങ്ങനെ ഈശോയുടെ അതായത് നമ്മൾ പറഞ്ഞത് യേശു തന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഏത് വില? യേശുവിന്റെ രക്തം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ ശരീരത്തിന്റെ ഉടമസ്ഥ അവകാശം ആർക്കാ? പറയൂ. നിന്റെ കണ്ണിന്റെ ഉടമസ്ഥ അവകാശം ആർക്കാ? നിന്റെ കൈയുടെ ഉടമസ്ഥ അവകാശം ആർക്കാ? യേശുവിനാണ്. ഇത് യേശുവിൻ്റെതാണ്. അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൽ പിശാചിന് ഇരിക്കാൻ അവകാശം ഉണ്ടോ? ഉണ്ടോ? അപ്പൊ എന്തു പറയണം? പിശാചേ, നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. ആര് പറയണം? നമ്മൾ പറയണം. എങ്ങനെ പറയണം? അല്ല, എങ്ങനെ പറയണ്ടേ? പിശാചേ, നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പിശാചിനോട് കൊച്ചു വർത്തമാനം പറയാൻ പോകാവോ? പണ്ട് പോയ ഒരു സ്ത്രീ ഉണ്ട്. ആരാ? ഹൗവ. കൊച്ചു വർത്തമാനം പറയാൻ പോയതാ. എന്തായെന്ന് ഓർത്താ മതി. പിശാചിനോട് കൊച്ചു വർത്തമാനം പറയണോ? നോ. ഈശോ എങ്ങനെ പിശാചിനെ ശാസിച്ചത്? ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. പിശാചിനെ ഈശോ എങ്ങനെ ശാസിച്ചത്, എങ്ങനെ പുറത്താക്കിയത്? ഈശോ ചെന്നിട്ട്, പിശാചെ നീ പുറത്തു പോകുവോ? പോയാ കൊള്ളാം കേട്ടോ, അങ്ങനെയാണോ? അല്ലെന്ന്. ഈശോ പോയിട്ട് പിശാചിനോട് എങ്ങനെ പറഞ്ഞേ? സാത്താനെ ദൂരെ പോ. ആ, കൊച്ചു വർത്താനം അല്ല പറഞ്ഞത്, അധികാരത്തിന്റെ സ്വരത്തിൽ അങ്ങ് പറഞ്ഞു. നിങ്ങൾക്ക് ഈ സ്വരം ഉണ്ടോ? ഇല്ലേ? ഇല്ലെന്ന് പറയരുത്. ഉണ്ടുണ്ട്. അതെവിടെ എടുക്കുന്നത്? വീട്ടില് ദേഷ്യം അങ്ങ് വരുമ്പോൾ വലിയ ഒച്ചയുണ്ടല്ലോ, ഒച്ചയുണ്ട്. ഈ ദേഷ്യത്തിൽ ഒച്ചത്തിൽ പറയുമ്പോൾ ആരുടെ സ്വരം അത്? പരിശുദ്ധാത്മാവാണോ? ആണോ ചേട്ടാ? അല്ലെന്ന്, അത് പിശാച്. അപ്പൊ സ്വരം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാ. ചില സമയത്ത് അത് പുറത്തോട്ട് വരും, നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതല്ലേ? ആ, സ്വയം നിയന്ത്രണത്തിൽ നിന്ന് നീ പിശാചിനോട് കൽപ്പിച്ചാൽ, എന്റെ ശരീരം ഇത് പിശാചിന്റെ ആലയമല്ല, ഇത് യേശുവിന്റെ സ്വന്തമാണ്, സാത്താനെ നീ ദൂരെ പോ എന്ന് പറഞ്ഞാൽ സാത്താൻ വിട്ടുപോകും. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പീഡകൾ അനുഭവിക്കുന്നത്. മനസ്സിലാവണുണ്ടോ? ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഇത് ചെയ്യണം. ഇത് ചെയ്യണമെങ്കിൽ അതിന് തക്ക ഒരുക്കം വേണം. അതുകൊണ്ടാണ് പറഞ്ഞ, കുമ്പസാരിച്ച് ഒരുങ്ങിയ ഒരു വ്യക്തി സ്വന്തം ശരീരത്തിൽ ഉള്ള ഏതെങ്കിലും പീഡകളോട് കൽപ്പിച്ചാൽ ആ തിന്മ വിട്ടുപോകും. ഹല്ലേലൂയാ. മിക്കവാറും സത്യക്രിസ്ത്യാനികൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം. സാത്താനോട് കൊച്ചു വർത്തമാനം പറയാൻ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം. നോ കോംപ്രമൈസ്, നോ അഡ്ജസ്റ്റ്മെന്റ്. 50-50 ബിസ്ക്കറ്റ് അത് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. പിശാചിനോട് 50-50 ചെയ്യരുത്. സാത്താനോട് കൽപ്പിച്ചാൽ സാത്താൻ പോകും. കാരണം യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണെന്നൊരു വ്യക്തിക്ക് ബോധ്യമുണ്ടെങ്കിൽ സാത്താൻ ആ പരിസരത്ത് വരാൻ പറ്റില്ല. ഹല്ലേലൂയാ. ഇത് ഓരോരുത്തർക്കും പറയുന്ന, എനിക്കും ഇത് ബോധ്യമായിട്ടുണ്ടാവണം. ഇത് എനിക്കൊരു ബോധ്യമായിട്ടുണ്ടാവണം. എൻ്റെ ശരീരം അത് യേശുവിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെയാണ്: അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുന്ന് പ്രകാശത്തിലാണ്, നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കണം. നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കണം. കണ്ടോ? എന്നിട്ട് അടുത്ത വചനം എന്താ? അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. വലതുകര ഉയർത്തി പറഞ്ഞേ, ആമേൻ, ആമേൻ, ആമേൻ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏത് പാപബന്ധനമാണെങ്കിലും യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു എന്ന് വിശ്വസിച്ചേറ്റു പറയുമ്പോൾ ആ വ്യക്തിയിൽ അത് വിട്ടുമാറും. ഉദാഹരണത്തിന്, നിന്റെ ഉള്ളിൽ ഭയം,
നീ പ്രാർത്ഥിക്കണം, യേശുവിന്റെ രക്തത്താൽ ഈ ഭയം മാറട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് യേശുവിന്റെ രക്തം നിന്നെ കഴുകും, സൗഖ്യപ്പെടുത്തും. അതുകൊണ്ടാ പറയണത്, യേശുവിന്റെ രക്തം നിന്നെ കഴുകുന്നു. ക്ലീനിങ് എന്ന് നമ്മളൊരു വാക്കുണ്ട്, ആ വാക്കല്ല, ക്ലെൻസിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം നിന്റെ ജീവിതത്തിലുള്ള സകല പാപങ്ങളും കഴുകും. ഹല്ലേലൂയാ. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1 കൊരിന്തോസ് 6 അധ്യായം 11 തിരുവചനം. 1 കൊരിന്തോസ് 6 അധ്യായം 11 തിരുവചനം. 1 Corinthians chapter 6 verse 11. 11 അധ്യായം ആ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു, എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും. കണ്ടോ, നീതീകരിക്കപ്പെടുകയും. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യേശുവിന്റെ തിരുരക്തത്താൽ ഈ വ്യക്തിയെ ഇതാ റിലീസ് ചെയ്യുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു, ഈ വ്യക്തിയെ നീതീകരിക്കുന്നു. വലതുകരം ഉയർത്തിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 10 അധ്യായം, ഹെബ്രായ ലേഖനം 10 അധ്യായം 29 തിരുവചനം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 10 അധ്യായം 29 തിരുവചനം. വചനം ഇങ്ങനെയാണ്: ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതിൽ പറയുന്ന വചനം ഇങ്ങനെയാണ്: തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തം ശുദ്ധീകരിക്കും. തിരുരക്തം നമ്മളെ ശുദ്ധീകരിക്കും. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. കണ്ണുകളടച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മണിക്കൂറിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുത മഹാരഹസ്യം ഈ മണിക്കൂറിൽ നമ്മളിതാ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചോ. നമ്മുടെ ജീവിതത്തിൽ എത്ര പാപം ചെയ്ത് എത്ര തിന്മയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ സമയത്ത് വിശ്വസിക്കുക, യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. യേശുവിന്റെ രക്തം, ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ എന്നെ കഴുകണമേ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോയെ, ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ എന്നെ കഴുകണമേ. കരങ്ങൾ ഉയർത്തി പാടിക്കേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ, യേശുവേ എന്നെ കഴുകണമേ. ആമേൻ. പൂർണ്ണമായി എന്നെ കഴുകണമേ. ഉച്ചത്തില് ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ, യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. ഒരിക്കൽ കൂടെ, ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ, യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. സാത്താൻ ഇനിമേൽ എൻ്റെ മേൽ അധികാരമില്ല. സാത്താൻ ഇനിമേൽ എൻ്റെ മേൽ അധികാരമില്ല. ഞാൻ ഈശോയുടെ സ്വന്തമാണ്. യേശുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.